നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു മധുരമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മീഡിയം സൈസിൽ 2 പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കിനി വേണ്ടത് ഒരു 1/4 കപ്പ് ചെറുപയർ ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ. കുക്കറിൽ ഒരു 5-6 വിസിലിട്ട് അടിച്ച് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കുക. ഉപ്പും മഞ്ഞളും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അത് മാത്രം മതി. ഇനി നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 അച്ച് ശർക്കര തന്നെ മതി. ഇതിന് നന്നായിട്ട് മധുരം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചെറുപയറുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുപയറിൽ നന്നായിട്ടൊന്ന് മധുരം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ചെറുപയർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ഒത്തിരി നേരം വേവിക്കൊന്നും വേണ്ട. ഏകദേശം ഒരു 2-3 മിനിറ്റ് അത്രയൊക്കെ ഒന്ന് ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെറുപയർ ചേർത്തിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ നേരം വെക്കണ്ട. ഇതിന് ചെറുപയർ ഇനി നമ്മൾ അരിച്ചിട്ട് മാറ്റിയെടുത്ത് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. നമ്മൾ എന്നിട്ട് നന്നായിട്ട് ഇതൊരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാവുന്നത് വരെ വേവിച്ചെടുക്കുക. എന്നാലേ ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പച്ചമണം മാറിയിട്ട് അവസാനം കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡി ആവട്ടെ. നമ്മൾ സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന അത്രയും നേരമൊന്നും വേണ്ട ഇത് റെഡിയാക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് ഇതേ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കൂടി ആവാനുണ്ട്. അപ്പോൾ അത് ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനി മാത്രം ചേർത്ത് കൊടുക്കുക. ചെറുപയർ അരിച്ചിട്ട് മാറ്റി വെക്കണം, അത് ലാസ്റ്റേ ചേർക്കണുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ആ പഴത്തിലൊക്കെ നന്നായിട്ട് ശർക്കരപ്പാനി ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ ഇനി നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഇതിലേക്ക് ഞാൻ അതുപോലെ തന്നെ ഒരു 3 ഏലക്ക നന്നായിട്ട് ചതച്ച് ചേർത്തിട്ടുണ്ട്. പൊടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ആ ഒരു ശർക്കരപ്പാനിയൊക്കെ ഒന്ന് പഴത്തിൽ പിടിച്ചിട്ടുണ്ട്. പഴം കുഞ്ഞു കുഞ്ഞു പീസ് ഇരിപ്പുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതേ ചെറുതായിട്ട് ഇങ്ങനെ വിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ ഏകദേശം 3 സ്പൂൺ നെയ്യ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം, നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ആ നെയ്യ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും 1 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കശുവണ്ടി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചെറുപയറും കൂടെ ആ വേവിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് ചെറുപയർ എല്ലാവരുടെയും ഒന്ന് ആവണം. അപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് നമുക്ക് കുറച്ചും കൂടി ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി ഈ ഒരു പരുവത്തിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നാലേ നമുക്ക് ചൂടാറുമ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേവ് ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന് ഇത് കുറച്ചൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ 1 ടീസ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പോലെ ഇത് മിക്സായി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഓൾറെഡി ഒരു പാനിനകത്തോട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് വെള്ള എള്ളും അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേലായിട്ട് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തന്നേ ഉള്ളൂ. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു മേൽഭാഗമൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിതൊന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും മിനിമം മാറ്റി വെക്കുക. അതിനുശേഷം ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ല ഹെൽത്തിയാണ്. ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിടണേ. അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.